ഇന്നത്തെ സുവിശേഷ വായന നമ്മൾ നടത്തി. ശിഷ്യന്മാര് എല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിക്കുന്ന ഭാഗമാണ് നമ്മളിന്ന് വായിച്ച് കേട്ടത്. എന്താണ് ഇന്നത്തെ ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്? പത്രോസിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അദ്ദേഹം എന്തുകൊണ്ടും യോഗ്യനാണ്. പത്രോസ് നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കുമെന്ന് യേശു പത്രോസിനോട് പറയുമ്പോൾ അത് വെറുതെ പറയുന്നത്. അവനെ അറിയാം, യോനായുടെ പുത്രനായ ശിമയോനെ എന്ന് ഈശോ അവനെ കണ്ടപ്പോൾ തന്നെ വിളിച്ചു പറയുമ്പോൾ സൃഷ്ടാവായ ദൈവത്തിനറിയാം മനുഷ്യൻ ആരാണ്, എന്താണ് അവൻ ഉള്ളിലിരിപ്പ് എന്നൊക്കെ അറിയാം. ഈ പത്രോസിന് മീൻ മുഴുവൻ കിട്ടുമ്പോൾ രാത്രി മുഴുവൻ കിടന്ന് കഷ്ടപ്പെട്ടതാണ്. ഈശോ പറഞ്ഞതനുസരിച്ച് വലയിട്ടപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ മീനിന്റെ പെരുപ്പവും ഭയങ്കരമായി. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ മനുഷ്യൻ നിസ്സാരക്കാരനല്ല, ഇവൻ ദൈവീക മനുഷ്യനാണ്, അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. അവൻ വന്നിട്ട് പറയണം, ഓ കർത്താവിനെ വിളിക്കണേ, എല്ലാം അകന്നു പോകണമേ, ഞാൻ ഭാവിയാണ്. അതാണ് മനുഷ്യന്റെ പ്രത്യേകത ഞാൻ പറയുന്നത്. പത്രോസിന്റെ ആത്മാർത്ഥം എന്ന് പറയുന്നത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിമാക്കേണ്ടത്. എനിക്കതിന് യോഗ്യതയില്ല ദൈവമേ എന്നാണ് അദ്ദേഹം പറയുന്നത്. നീ എന്നെ നടന്നു പോകും, ഇത്ര മാത്രം. അപ്പോ പത്രോസിനോട് ഈശോ പറയുകയാണ്, എന്താണ്, നീ ഇന്നു മുതൽ മനുഷ്യരെ മീൻപെട്ടത് നീ പരിപാടികൾ നിർത്തിക്കോ. കാരണം നിനക്ക് മനുഷ്യ ഹൃദയങ്ങളെ സ്പർശിക്കാനുള്ള കഴിവുണ്ട്. നീ ഇനി മുതൽ മനുഷ്യനെ പിടിക്കുന്ന. ഇത് കേട്ടപ്പോൾ പത്രോസ് എന്താ ചെയ്യുന്നത്? പത്രോസ് കൂട്ടുകാരോടെ നിൽക്കട്ടെ, പത്രോസാണല്ലോ ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നതാണ്. വചനം പറയുകയാണ്, അവർ എല്ലാം ഉപേക്ഷിച്ച് എന്താണ് അവനെ അനുഭവിച്ചു. എല്ലാം ഉപേക്ഷിച്ചു. അപ്പൊ ഇനി മുതൽ ഞങ്ങൾക്ക് മീൻ വേണ്ട, ഞങ്ങൾക്ക് വഞ്ചി വേണ്ട, ഞങ്ങൾക്ക് ഈ ലോകത്തിൻ്റെതായ ഒന്നും വേണ്ട, കർത്താവേ നീ മതി. ഈ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 13:44 വചനം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിൽ ആ വചനവും ഈ സാഹചര്യം തമ്മിൽ നല്ല ബന്ധമുണ്ട്. മത്തായി 13 ഈശോ ഒരു രത്നത്തെ പറ്റി പറയുന്നത് എന്താണ്? നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 13:44 നോക്കുക. സ്വർഗരാജ്യം വായിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങും. അപ്പോൾ ആരാണ് ഇവിടുത്തെ രത്നം? ചിന്തിച്ച് നമുക്ക്. ഈശോ പറയുമ്പോൾ നമുക്ക് ഈശോ കൃത്യമായിട്ട് പറയുന്നില്ല, അത് പ്രകടമായി അത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം. ഇവിടെ പത്രോസ് എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ ശക്തി മനസ്സിലായപ്പോൾ, ഈശോ ആരാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ പത്രോസ് എല്ലാം ഉപേക്ഷിച്ച് അവന്റെ പിന്നാലെ വരികയാണ്. ഈശോ തന്നെ വിശേഷിപ്പിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഈശോയുടെ ഉപമയിൽ പറയുന്ന രത്നം. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആരാണ് ഇവിടെ യഥാർത്ഥ രത്നം? കൈവയ്ക്ക് പറ. എല്ലാം വിറ്റ് സ്വന്തമാക്കേണ്ട രത്നം എന്ന് പറയുന്നത് ഈശോയാണ്. അപ്പൊ ഇത് പത്രോസ് മനസ്സിലാക്കി എന്നുള്ളതിന്റെ തെളിവ് പിന്നീട് നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 71 വരെയുള്ള വാക്യങ്ങളിലാണ്. എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 71 വരെയുള്ള വാക്യങ്ങൾ. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈശോ തൻ്റെ ജീവിതത്തെ പറ്റി പറയണം. താൻ അപ്പമാണ്,
നിങ്ങൾ എന്നെ ഭക്ഷിക്കണം എന്നൊക്കെ പറയും. നിങ്ങൾ എൻ്റെ രക്തം കുടിക്കണം എന്നൊക്കെ പറയും. അവിടെ കൂടിയിരുന്ന പല ആൾക്കാരും എന്താണ് ഇവൻ പറയുന്നത്? ഈശോയെ അറിയാത്ത ആളുകളാണ്. കുറേ ശിഷ്യന്മാരുണ്ടല്ലോ, പലരും പല സ്വഭാവക്കാരാണ്. ഇവൻ ഈ പറയും, ഇവൻ ഭ്രാന്ത് പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിട്ടുപോവുകയാണ്. അതാ വിട്ടുപോവുകയാണ്. അവർ പിന്നീട് ഒരിക്കലും അവരോട് നടന്നില്ല. പക്ഷെ ഈശോ ആ സമയത്ത് തന്റെ ഈ താൻ പറഞ്ഞ കാര്യം തിരുത്താനൊന്നും പോകുന്നില്ല. ഈശോ പറയുകയാണ്, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. യേശു 12 പേരോടുമായി ചോദിക്കുകയാണ്, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുവോ? ശിമോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ഞങ്ങൾ പോകില്ല. കാരണം നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. നീയാണ് രത്നം, നീയാണ് നിധി, നിന്നെ വിട്ട് ഞങ്ങൾ പോകില്ല എന്ന് പിന്നീട് പത്രോസ് പറയുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കണം. എന്ത് വന്നാലും എൻ്റെ ദൈവമേ, ഞാൻ അങ്ങേ വിട്ട് പോകില്ല. കാരണം അങ്ങാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിധി. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആരാണ് ഈശോ നമുക്ക്? ഈശോ നമുക്ക് ആരാണ്? ഈശോ നമുക്ക് നിധിയാണ്. അതോ ഈ നിധിയെ തിരിച്ചറിയാതെ നമ്മൾ എവിടെയെങ്കിലും ഇട്ടിരിക്കുകയാണ്? ഈശോ നമുക്ക് നിധിയാകണം എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് സുവിശേഷം നമ്മളോട് പറയുന്നതാണ്, ഈശോ നമുക്ക് നിധി ആകണം. നിധിയാണ്. നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഈ കഴിഞ്ഞ ദിവസം ആ തിരിച്ചറിഞ്ഞൊരു മനുഷ്യനെ ഞാൻ പരിചയപ്പെടും. അദ്ദേഹം 2 മക്കളുണ്ട്. അദ്ദേഹത്തിന് 2 പെൺമക്കൾ. ഞാനൊരു വീട് വെച്ചിരിക്കാനായിട്ട് ഞാൻ പോയതാണ്. അദ്ദേഹം ഇവിടുത്തുകാരനല്ല, പുറത്തുനിന്ന് താമസിക്കുന്നു. അപ്പോൾ ഒരു വില്ലയിലാണ് അദ്ദേഹം. ഇപ്പോൾ വില്ല അദ്ദേഹം പറയുന്നത് ദൈവം എനിക്ക് തന്നതാണെന്ന് പറയും. അദ്ദേഹത്തിന് 2 ഭാര്യയുണ്ട്. 2 മക്കൾ ഞാൻ പറഞ്ഞല്ലോ, പുറത്താണ്. 2 പെൺമക്കളാണ്. ഇവരോട് വിവാഹം കഴിഞ്ഞ് അവൾ ഡൈവേഴ്സായി. മറ്റവളോട് അവളുടെ കൂടെയാണ് ഇപ്പോൾ. അവൾ നേഴ്സാണ്, ഈ മൂത്തവൾ. അപ്പോൾ മറ്റവളും അവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവൾ നേഴ്സാണ്. അപ്പോൾ ഒരു സ്ഥലത്താണ് 2 പേരും. തകർച്ച വന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയാണ്. ഡൈവേഴ്സായ കാര്യവും പിന്നീടുള്ള മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് വിട്ടു പോരാനുള്ള കാരണം ഇതാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇതൊക്കെ സംഭവിക്കുന്നത്, അതായത് ഞാനൊരു വീട് വെഞ്ചരിക്കാനായിട്ട് തുടങ്ങി. വെഞ്ചരിപ്പം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ലൊരു ആത്മീയ ചൈതന്യ വീട്ടിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ എന്താണ് ഭയങ്കരമായ ഒരു ആത്മീയത ഉണ്ടല്ലോ? അപ്പോഴാണ് അവർ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് സംഭവം? ഞങ്ങൾ തകർന്നവരാണ്, പക്ഷെ ദൈവം ഞങ്ങളെ സ്പർശിച്ചു. ഞങ്ങളിപ്പോൾ ഉയർച്ചയിലെ പാതയിലാണ്. ഞങ്ങൾക്ക് വില്ല സ്വന്തമായിട്ട് വായിക്കാനായിട്ട് ദൈവം ഇടവരുത്തി. കാരണം ഈ മകളുടെ ഡൈവേഴ്സ് കഴിഞ്ഞപ്പോൾ വല്ലാത്ത പ്രശ്നമായി. അവൾ നിരാശപ്പെട്ടു. അവൾ ഷാദിലേക്ക് പോയി. പക്ഷെ ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചു. അവൾ തിരിച്ചു വന്നു. അവളുടെ ജോലി തുടർന്നു. അവളിപ്പോൾ നല്ലൊരു എമൗണ്ട് അവൾ കിട്ടുന്നുണ്ട്. അവളുടെ അനിയത്തി പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വില്ല വാങ്ങാനായിട്ട് സാധിച്ചത്. ഇനി അവളുടെ കല്യാണം നടത്തണം. അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നുണ്ട്. അന്നത്തെ ദൈവം പറയുന്നൊരു കാര്യം, ഞങ്ങൾക്ക് ഈ ഒരു ഒറ്റ കാര്യം മാത്രമല്ല കേട്ടോ, മകളുടെ കാര്യം മാത്രമല്ല, മറ്റു പല തകർച്ചകളെ വേണ്ടി സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അച്ഛാ, ഞാൻ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ തകർച്ചകളൊക്കെ ദൈവയ്ക്ക് അനുഭവിച്ചത്. കാരണം ഞാൻ അപ്രകാരം ജീവിച്ചതാണ്. ഞാൻ അപ്രകാരം ജീവിച്ചതാണ്. എനിക്ക് അഹങ്കാരമായി. പക്ഷെ എൻ്റെ ഭാര്യ, അവൾ അന്ന് ഇന്നും ദൈവത്തെ വീട്ടിലെച്ച.
അവള് പരിശുദ്ധമ്മയുടെ ഒരു ഭക്തയാണ്. അവളുടെ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ വളരെ സംതൃപ്തിയോട് നോക്കുന്നതാണ്. ചുരുക്കത്തിൽ ഇപ്പത്രേ ഉള്ളൂ. ഈ ഭാര്യ കണ്ടെത്തി ഭർത്താവ് ആത്മീയമായ പാതയിലേക്ക് വന്നു. ഇപ്പൊ ഭർത്താവ് തന്നെക്കാൾ വലിയ ഭക്തനായി. അതാണ് ആ ഭാര്യയുടെ സന്തോഷം. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നിധി കണ്ടെത്തിയ മനുഷ്യന്റെ സന്തോഷം. അദ്ദേഹം പിന്നെ വണ്ടി ഓടിച്ച് എന്നെ ഇവിടെ ഉണ്ടാക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന് പറയാനുള്ള ഈശോയെ പറ്റിയാണ്, പക്ഷെ അമ്മയെ പറ്റിയാണ്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ സ്വഭാവത്തെ പറ്റിയാണ്, അദ്ദേഹത്തിന്റെ രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതലുള്ള പ്രാർത്ഥനയെ പറ്റിയും മറ്റ് പ്രത്യാപ്രവൃത്തികളെ പറ്റിയൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് എനിക്ക് കിട്ടിയ ഒരു പ്രചോദനം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. നല്ലത്, ഇതൊക്കെ നല്ലതാണ്, മുന്നോട്ട് പോകും. ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവകൽപ്പനകളെ ഹൃദയത്തിൽ സൂക്ഷിച്ച് അതനുസരിച്ച് ജീവിക്കുക. എല്ലാം മംഗളകരമാണ്. ദൈവകൽപ്പനകളെ ഹൃദയത്തിൽ സൂക്ഷിച്ച് അത് വിട വ്യതിചരിക്കരുത്. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അങ്ങനെ മുന്നോട്ട് പോയാൽ ദൈവചൈതന്യം താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും വിട്ടുപോകില്ല. എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തിന് എനിക്ക് തോന്നിയൊരു കാര്യം ഞാനത് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. പ്രിയമുള്ളവർ, ഞാനവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിധി കണ്ടെത്തിയ മനുഷ്യനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. സങ്കീർത്തനം 119 162 ഈശോയാൽ നിധിയെ പറ്റി നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്: വൻ കൊള്ള മുതൽ കണ്ടെത്തിയവനെ പോലെ ഞാൻ അങ്ങയുടെ വചസ്സിനെ പ്രതി ഉള്ളത് പോകും. എന്താണ് വൻ കൊള്ള മുതൽ? നിധിയാണ്. കാരണം നിധിയൊക്കെ നമുക്കറിയാമോ, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കുഴിച്ചെടുക്കുന്ന നിധി എന്നൊക്കെ പറയുന്ന പടയോട്ടങ്ങളിലൊക്കെ ആളുകൾ ആ ലൈനിൽ നമ്മൾ മനസ്സിലാക്കണം. വൻ കൊള്ള മുതൽ കണ്ടെത്തിയവനെ പോലെ ഞാൻ അങ്ങയുടെ വചനത്തെ പ്രതി ഉള്ളത് പോകും. പ്രിയമുള്ളവരെ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് സങ്കീർത്തകൻ പറയുന്ന കാര്യമാണ് പരിശുദ്ധാത്മാവിനായി. ഈ വചനം തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം മാംസമായി ഈശോയായിട്ട് ഭൂമിയിലേക്ക് വന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ വചനം തന്നെയാണ് മാംസമായി, അതാണ് വചനമാംസമായി മനുഷ്യരുടെ വസിച്ചു വരുന്നത്. അപ്പോൾ അത് നിധിയാണത്. അപ്പൊ ഇത് ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. നിധി കണ്ടെത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നിയമാവർത്തന പുസ്തകം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നിയമാവർത്തന പുസ്തകത്തിലെ മോശ ഈശോയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ദൈവം പറയുകയാണ്, ഇസ്രായേലിനോട് പറയുകയാണ്: നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ഇടയിൽ നിന്ന്, നിന്റെ സഹോദരങ്ങളിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിനക്ക് ഉയർത്തും. അവനെയാണ് നീ ശ്രമിക്കേണ്ടത്, അവനെയാണ് ശ്രമിക്കേണ്ടത്. ആ യേശുവിനെ ശ്രമിച്ചുകൊണ്ട് അവരുടെ വചനങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവൻ വലിയ നിധി സ്വന്തമാക്കിയവനാണ്. അവരുള്ളവരെ വിശുദ്ധ പൗലോസ് നിധി സ്വന്തമാക്കിയിട്ടുള്ളതിനെ പോലെ പറയുകയാണ്: യേശുവിൽ നിന്ന് വേർപെടുത്താൻ ആർക്കും സാധ്യമല്ല. ദേശത്തിനോ ദുരിതത്തിനോ ആത്മഹത്യക്കോ ആപത്തിനോ വാളിനോ മരണത്തിനോ ഒന്നും ക്രിസ്തുവിനോടുള്ള എൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപെടുത്താനായിട്ട് സാധിക്കില്ല. ഈ വിശ്വാസ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ തുടർന്നും നമ്മളെ നയിക്കട്ടെ.